പീരിയഡ്സിന്റെ സമയത്തൊക്കെ നല്ല വയറുവേദന ഉള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ വേദന മാറാനായിട്ട് പല പൊടിക്കൈകളും ചെയ്യും. കൊടംപുളി ഇട്ട് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് ആ സമയത്ത് കുടിക്കാറുണ്ട്. അങ്ങനെ പീരിയഡ്സിന് നല്ല വയറുവേദന വരുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണ് കൊടംപുളി രസം. മിക്കപ്പോഴും ഇത് ഉണ്ടാക്കും കേട്ടോ. ഇപ്പോഴും ഞാനിത് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ 2 തക്കാളി, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തൊലിയോട് കൂടിയ വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കിയത് അതും എടുത്തിട്ടുണ്ട്. ഇത് 1 കുടം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്, അതും കൂടെ നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് മുഴുവൻ മല്ലിയാണ്. മുഴുവൻ മല്ലി 1 ടേബിൾ സ്പൂൺ കഴുകി വൃത്തിയാക്കിയത് അതും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകാണ്. 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ അതേപോലെ തന്നെ ജീരകവും വേണം. നമ്മുടെ സാദാ ജീരകം ഇല്ലേ, അതാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇടികല്ല് കൊണ്ടോ ഇടിച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി വേണ്ടത് കൊടംപുളിയാണ്. ഒരു 5 പീസ് കൊടംപുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ മുഴുപ്പുള്ള പീസാട്ടോ എടുത്തേക്കുന്നത്. ഇതൊന്ന് ചൂടുവെള്ളത്തിൽ കുതിരാൻ ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പം നന്നായിട്ട് പുളി ഇറങ്ങിക്കോളും. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. രസം ഉണ്ടാക്കാനായിട്ടുള്ള പാത്രമാണ്. ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല. ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പീരിയഡ്സിൻ്റെ സമയത്ത് ചിലർക്ക് ഗ്യാസ് ഉണ്ടാകും. ജീരകം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസൊക്കെ നല്ലതുപോലെ കുറയും. ഇനി നമുക്ക് വേണ്ടത് 3 വറ്റൽമുളകാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ചതച്ച് വച്ചിരിക്കുന്ന ആ രസത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും വേണം അതിനകത്തേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേകണ വരെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും അതൊന്ന് വെന്ത് കിട്ടും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഈ വേവ് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. നമ്മൾ എരിവിന് കുരുമുളക് ചേർത്തിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് മതി. ഇതേപോലെ ചേർത്താൽ മതി. പിന്നെ മുഴുവൻ മല്ലിയും ചേർത്തേക്കുന്നത് കൊണ്ട് മല്ലിപ്പൊടിയും വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ മസാലക്കൂട്ട് ചതച്ച് വച്ചിരുന്ന പാത്രത്തിൽ ഒരു 3 പാത്രം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 മില്ലിയുടെ പാത്രമാണ് അത്. ആ പാത്രത്തിലാണ് 3 പാത്രം വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി വേണ്ടത് ഉപ്പാണ്. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു. ശർക്കര ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ചു വരട്ടെ. ആ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടും. ഒത്തിരി തിളച്ച് വരണ്ട, വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്കത് ഓൾറെഡി തന്നെ. ഒത്തിരി ഇട്ട് വറ്റിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. ഈ തിള മതി. നമ്മൾ കുടംപുളി നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണ കാരണം അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാം. കുടിക്കാൻ എടുക്കുന്നവർ ചെറുതായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് നേർപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം. ചിലവർക്ക് കുടിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും. വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയുണ്ട്, കുരുമുളകുണ്ട്. അങ്ങനെയുള്ളവർ ഒന്ന് നേർപ്പിച്ചിട്ട് വേണം ഇത് കുടിക്കാനായിട്ട്. അല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ വേണേലും നമുക്ക് കുടിക്കാം. നല്ല ചൂട് രസമാണ്, നല്ല സുഖമാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ല സുഖം കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും കൂടെ ചെയ്യണേ. താങ്ക്